ഹായ് അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പൂരിയാട്ടം ഉണ്ടാക്കണത്. പൂരി ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നേരമുള്ളൂ നമ്മുടെ വീഡിയോ. ആർക്കും ബോറടിക്കണില്ല എന്നൊക്കെ വിശ്വസിക്കുന്നു. ഞാനൊരു 10 മിനിറ്റും 15 മിനിറ്റൊക്കെ വീഡിയോ ആക്കാത്തത് നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ 8 മിനിറ്റ് 7 മിനിറ്റിൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇടുന്നത്. അത് ആദ്യം മുതലേ നമ്മുടെ വീഡിയോ അങ്ങനെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് മുതൽ തന്നെ ഞാൻ അത്ര നേരം തന്നെ വീഡിയോ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ എപ്പോഴോ ഒന്നോ രണ്ടോ വീഡിയോ മാത്രമാണ് ഇത്തിരി 10-12 മിനിറ്റൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. പൂരിക്ക് ഞാനിതാ ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടു കറി ഉണ്ടല്ലോ, അതാട്ടം ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അങ്ങനെ തന്നെ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പത്തിനൊക്കെ നമ്മുടെ പൂരിക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവൊക്കെ നന്ന സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇനി അതിൽ ഓരോരോ ബോൾസ് ആക്കിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ പേപ്പറും അവിടെയൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് ഇത് ഒപ്പം ചുട്ടെടുക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒരാൾ സഹായത്തിന് വേണം. അപ്പോൾ പിന്നെ പ്രസ് വേണം. പ്രസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒപ്പം ചുട്ടിട്ടെടുക്കാനും പറ്റും കേട്ടോ. ഒപ്പം പൊരിച്ചെടുക്കാൻ പറ്റും. ചൂടല്ല, പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് കൈകൊണ്ട് പരത്തണ കാരണം എല്ലാം പരത്തി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഓരോരോ പൂരി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതാ പേപ്പറിലേക്ക് പരത്തിയിട്ട് കൊടുക്കുക വെച്ചിട്ടാണ് ഞാനവിടെ പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട്. നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ ഇത് പരത്തണത്. നല്ല സുഖമുണ്ട് ടൈൽ വെച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട്. നമുക്ക് വേറെ പ്രത്യേകിച്ച് അതിൻ്റെ പത്തിരിപ്പലകൊന്നും വേണ്ട, ഇതിൽ തന്നെ ഇട്ടിട്ട് പരത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുമായി ഇട്ടിട്ട് പരത്താണ്. പിന്നെ പിള്ളേരൊന്നും എണിച്ചിട്ടില്ല. ഇഷ്ടമോളും ആച്ചിട്ട് മദ്രസയിൽ പോയിട്ടാണ്. കുഞ്ഞു എണിച്ചിട്ടില്ല. കുഞ്ഞു കിടന്നുറങ്ങുക തന്നെയാണ്. ഇന്നത്തെയും കൂടിയേ പറ്റുള്ളൂ കേട്ടോ. അന്ന് ഞായറാഴ്ച അല്ലേ. ഇന്നത്തെയും കൂടി അവർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. നാളെ മുതൽ ഓട്ടാണ്. ഇനി അങ്ങോട്ട് ഓടലും ഇങ്ങോട്ട് ഓടലും കൊണ്ടാക്കലും അത് തന്നെയാണ് ഇനി നമ്മുടെ സ്ഥിരമായിട്ടുള്ള പരിപാടി. അപ്പോൾ എല്ലാ പൂരിയും പരത്തി വെച്ചതിന് ശേഷമാട്ടോ ഞാൻ ചൂടാൻ നിൽക്കുന്നത്. അപ്പോൾ 2 എണ്ണം ചുട്ടിട്ട് പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാ ആദ്യത്തെ എന്തായാലും പൊള്ളക്കില്ല, പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തൊക്കെ അങ്ങനെ പൊള്ളച്ച് വരും കേട്ടോ. പിന്നെ ഇത്തിരി വലിപ്പം കൂടിയ പൂരിയാണ് നമ്മൾ, അല്ലെങ്കിൽ പ്രസ്സിലൊക്കെ പരത്തുമ്പോൾ ഇത്ര വലിയ പൂരിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. പരത്തണ കാരണമാണ് കുറച്ച് വലിപ്പമൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പൂരിയായിരുന്നു കേട്ടോ. പിന്നെ കുറേ നാളായതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടേക്ക് വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ട് തന്നെ ഇല്ല എന്ന് പറയാം. നമ്മൾ അവിടെ ആവുമ്പോഴാണ് ഉണ്ടാക്കിയായിരുന്നത്, കുമ്പളങ്ങാട് ആവുമ്പോഴാണ് ഉണ്ടാക്കിയായിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കി എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ രാവിലെ തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. മിറ്റം കിടക്കണ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ പെറ്റതള്ള സഹിക്കില്ല, അത്ര ലെവലിലൊക്കെ എടുക്കണം. അത്ര കാറ്റാണല്ലോ ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു പൂരിയും ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാമെന്ന്, എന്നാലല്ലേ അടിക്കാൻ ഒരു ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ പൂരി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പൂരി എടുത്തിട്ടുണ്ട്, കറി ഒഴിച്ചിട്ടുണ്ട്. കറിയൊന്നും പിന്നെ തൂമിക്കണതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ. പിന്നെ വെറുതെ കടുക് വറുക്കുക അത്രേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട്. ഇനി ഞാനിത് കഴിക്കട്ടെ. പിള്ളേർ മദ്രസയിൽ പോയേക്കാണ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് മിറ്റടി കഴിഞ്ഞിട്ട് വേണം അവരെന്നെ വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ കേട്ടോ. ഞാൻ നമ്മുടെ മിറ്റൊന്ന് കാണിച്ചു തരാം. അടിച്ചു വരണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ, നല്ല കരടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അടിച്ച് അവിടെ കൂട്ടിയിട്ട് എന്താ പറയുക, അപ്പോൾ അടിച്ചു വാരാനൊന്നും എടുത്തില്ല. മിറ്റം നല്ല ദയനീയമായ അവസ്ഥയിലൊക്കെ അടിച്ചു വാരിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. എൻ്റെ അടുത്ത് അപ്പുറത്തെ താത്ത പറഞ്ഞു, നീ അടിക്കൊന്നും വേണ്ട, അവിടെ കിടന്നോട്ടെ, വൈക്കുള്ളപ്പോൾ അടിച്ചാൽ മതി, അതവിടെ കിടക്കട്ടെ പറഞ്ഞു. പക്ഷെ നമ്മൾ അടിക്കാണ്ടും തുടയ്ക്കാണ്ടും എന്തെങ്കിലും തുണികൾ മടക്കാണ്ട് ഒരു ദിവസം ഇട്ട് നോക്കി നോക്കി, അന്ന് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരും. നമ്മൾ എത്ര നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആരും വരില്ല കേട്ടോ. എന്തെങ്കിലും ഒരു കുഴപ്പത്തിൽ നമ്മുടെ വീട് കിടക്കുക എന്നുണ്ടെങ്കിൽ അന്ന് ആരെങ്കിലുമൊക്കെ വരും. അത് അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് ഒരുപാട് പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അടിച്ചോരോ വെച്ച് ഉമ്മറം വശമെങ്കിലും അടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അടിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലമൊക്കെ തുടയ്ക്കൽ കഴിഞ്ഞു. നമ്മുടെ അവിടെയൊക്കെ എടുക്കുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വലിയ ക്ലിയർ ഇല്ല അകത്തൊന്നും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് അടിച്ചു വാരണതും തുടയ്ക്കണതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കുറേ കാര്യത്തിൽ മടി. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ നമ്മുടെ ഹാളിലൊന്നും വലിയ ക്ലിയർ ഇല്ല, ഒരു പുകമയാണ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് തന്നെ കാണുമ്പോൾ എന്തോ പോലെയാണ്. അപ്പോൾ കാണാൻ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ അങ്ങനെ പോണത് കേട്ടോ.
പിന്നെ ട്രൈപോഡ് കംപ്ലൈൻ്റ് ആയിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ട്രൈപോഡ് ഇപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെയാണ് ഇടയ്ക്ക് പിടിക്കുന്നത്. കുട്ടികളുണ്ടെങ്കിൽ അവർ പിടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുളിയുടെ മുകളിൽ ഒരു കൊമ്പ് നിൽക്കുന്നുണ്ടായിരുന്നു ഉണങ്ങിയത്. അത് ഞാൻ തോട്ടി വെച്ച് വലിച്ചിട്ടപ്പോൾ കുഞ്ഞു അതൊക്കെ വെട്ടി കഷ്ണാക്കി ഇട്ട് തരാം കേട്ടോ. നല്ല ഉണങ്ങിയതായിരുന്നു. നല്ല പുളിയുടെ വിറകാണെങ്കിൽ വേഗം കത്തുകയും ചെയ്യും, നല്ലോണം കത്തുകയും ചെയ്യില്ല. അപ്പോൾ അവ അതെനിക്ക് വെട്ടി തരികയാണ്. അപ്പോൾ അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മീനൊക്കെ നന്നാക്കണം. പണികളുണ്ട്. പിന്നെ ആച്ചൂട്ടന് നാളെ സ്കൂൾ തുറക്കണ കാരണം അവർക്ക് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കൽ സ്കൂൾ തുറന്നിട്ടാണ്. അപ്പോൾ അതിനുള്ള ഗിഫ്റ്റൊക്കെ മേടിക്കാനൊക്കെ പോകണം. അപ്പോൾ കുറച്ച് പണിയുണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ തട്ടിൻ്റെ മുകളിൽ കുറേ നാളായിട്ട് വൃത്തിയാക്കിയിട്ടില്ല. അങ്ങോട്ട് ഞങ്ങളങ്ങനെ കയറാറേ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ആകെ മാറാല പിടിച്ചിട്ടാണ് കിടക്കുന്നത്. അതൊക്കെ ഒന്ന് പോയിട്ട് വൃത്തിയാക്കണം. അപ്പോൾ കുഞ്ഞൂന് ഇന്നത്തെയും കൂടി കഴിഞ്ഞ് പിന്നെ അവന് കിട്ടില്ലല്ലോ. അപ്പോൾ അവനും ഞാനും കൂടി കയറിയിട്ട് വൃത്തിയാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ നാളെ വരും കേട്ടോ. നിങ്ങളതിൻ്റെ മോൾ വശമൊന്നും കണ്ടിട്ടില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അടിച്ചു വാരി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ തീ പിടിപ്പിക്കുന്നത്. നമുക്ക് 2 നേരത്തിനുള്ള ചോറാണല്ലോ. അപ്പോൾ പിന്നെ റേഷൻ്റെ അരിയാണ്, പെട്ടെന്ന് തന്നെ വേവണ അരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി നേരം വൈകിട്ട് അരിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികളൊക്കെ 9:30 ആകുമ്പോഴാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ അവർക്ക് കുറച്ച് നേരം വൈകിട്ട് ചോറ് ചോദിക്കുള്ളൂ. 1 മണി 1:30 ആകുമ്പോഴാണ് ഞങ്ങൾ ചോറ് തിന്നുക കേട്ടോ. അപ്പോഴത്തേനൊക്കെ എല്ലാം സെറ്റാവും കേട്ടോ. അപ്പോൾ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചു, ചുള്ളലൊക്കെ കൊടുന്ന് തീയൊക്കെ പിടിപ്പിച്ച് ഇനി വെള്ളം വെച്ചിട്ട് അരി ഇട്ടതിന് ശേഷം പോയിട്ട് മീൻ നന്നാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഓല ഒക്കെ വെട്ടി വെച്ചായിരുന്നു. കുഞ്ഞുമാണ് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ അമ്മായിയമ്മ. കുഞ്ഞുക്ക് ഓലയൊക്കെ വെട്ടി സെറ്റാക്കി തരും, ചുള്ളലൊക്കെ പറക്കിയിട്ടൊക്കെ അവിടെ കൊടുന്ന് വെച്ച് തരും. നല്ല കുട്ടിയാണ് കുഞ്ഞു. അപ്പോൾ അങ്ങനെ അടുപ്പത്ത് വെച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ. ചൂടപ്പൊടിയാണ് കേട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലെന്തൊക്കെ 2 ചാള, കത്തിച്ചാളാന്ന് പറയില്ല, അതിൻ്റെ 2 ചാള കിടക്കുന്നുണ്ട്. ഒരു അയിലക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ്. പിന്നെ ചൂടപ്പൊടി മേടിച്ചിട്ട് കുറേ നാളായി. നമുക്കിവിടെ എല്ലാവർക്കും ചൂടപ്പൊടി ഭയങ്കര ഇഷ്ടമാട്ടോ. നത്തോലി നല്ലതിൽ പറയുക, ചിലവർക്ക് ഇതിന് നത്തോലി എന്നാണ് പറയുക. ഞങ്ങളിവിടെ ചൂടപ്പൊടി എന്നാട്ടോ പറയുക ഈ മീനിന്. ചൂളപ്പൊടി അല്ല, ചൂടപ്പൊടി. അങ്ങനെ ചൂടപ്പൊടി അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും അരി കഴുകാം. അരി കഴുകി അടുപ്പത്തിട്ടതിന് ശേഷം അടുപ്പിലല്ല കേട്ടോ, ചെമ്പിലിട്ടതിന് ശേഷം നമുക്ക് എന്താ പറയുക, മീൻ നന്നാക്കാനിരിക്കുക കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ താത്ത ഒരു ഇടിച്ചൊക്കെ തന്നിട്ടുണ്ട്. ഇനി അത് ഉപ്പേരി വെക്കണം. അങ്ങനെ കുറേ പണികളുണ്ട്. ഞായറാഴ്ച കുറച്ചധികം പണികളുണ്ട്. ഒരു സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അധികം പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ. രാവിലെ നേരത്തെ എണീക്കുന്ന കാരണം വേഗം അടുക്കളയിലത്തെ പണികളൊക്കെ വേഗം കഴിയും. പിന്നെ അടിച്ചുകൊണ്ട് തുടയ്ക്കുക, അങ്ങനെയുള്ള പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്കൂളില്ലാത്ത കാരണമാണ് നമ്മൾ മെല്ലെ ചെയ്യുമ്പോൾ വൈകുന്നേരം വരെ പണിയെടുക്കണ പോലെ കേട്ടോ തോന്നുക. അങ്ങനെ വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അരിയിട്ട് കൊടുക്കാം. ഒപ്പം കുഞ്ഞു എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കൂട്ടോ എല്ലാത്തിനും. ചില സമയത്ത് അവൻ വിളിച്ചാൽ വരൂല. ഒരു പന്ത് കിട്ടി കഴിഞ്ഞാൽ, കുറച്ച് പിള്ളേരേനും കിട്ടി കഴിഞ്ഞാൽ പിന്നെ അവനെ കാണില്ല കേട്ടോ. പിന്നെ അങ്ങനെ പോവും. അപ്പോൾ 2 ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പുറത്ത് താത്ത തന്നതാണ്. അപ്പോൾ അതിലത്തെ ഒരു ഇടിച്ചക്ക അങ്ങനെ ഉമ്മാക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അവനങ്ങനെ പോവാട്ടോ കേട്ടോ. അപ്പം ഇനി എന്തായാലും നമുക്ക് മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിരുന്നിട്ടുണ്ട്. അപ്പം ഇനി കത്രിക തിരയാൻ പോയിട്ടുണ്ട് ഇഷമോൾക്ക് ചൂടപ്പൊടി നന്നാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ട ഒരു ഇടിച്ചക്കയും കൂടിയും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഇടിച്ചക്ക ഉമ്മാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുഞ്ഞുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറയണം. അപ്പോൾ അവനാണ് ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത്. കിണറിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വീഡിയോ പിടിക്കാട്ടോ അവൻ. അപ്പം ഇനി എന്തായാലും അവൻ അത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരട്ടെ. നമുക്ക് ഈ മീനെല്ലാം നന്നാക്കട്ടെ. ഇനി ഇഷമോളും ആച്ചൂട്ടിനൊക്കെ മീൻ നന്നാക്കാൻ ഇറങ്ങിയിട്ടാ. 2-3 പൂച്ചകൾ വരും നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ അതിന് മീനിൻ്റെ തലട്ട് കൊടുക്കില്ല ആച്ചൂട്ടന് പണി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ. അതൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞും കൂടിയിട്ട് ആച്ചൂട്ടനുള്ള ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ആച്ചൂട്ടൻ്റെ ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ് കേട്ടോ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വടക്കാഞ്ചേരിയുള്ള പ്യാരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുക ഇതൊക്കെയാണ്. അവൻ്റെ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.